കഥയെ ആരംഭിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഒരു പർവ്വത ഗ്രാമത്തിന്റെ പ്രദേശത്തു കൂടിയാണ്. അവിടുത്തെ പാതയിലൂടെ ഒരു കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാറിലെ ഡ്രൈവർ പിന്നിലിരിക്കുന്ന യാത്രികനോട് സംസാരിക്കുകയാണ്. ഈ ഇടത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. ദേവ്ഭൂമി എന്നാ ഇവിടമൊക്കെ വിളിക്കപ്പെടുന്നത്. ബ്രഹ്മാവ് നേരിട്ട് സൃഷ്ടിച്ചതാ ഇവിടം. യാത്രികനായ രാഹുൽ ആ ഡ്രൈവർ പറഞ്ഞതൊക്കെ സസൂക്ഷ്മം കേട്ടുകൊണ്ടിരുന്നു. അയാൾ തിരികെ ഒന്നും പറഞ്ഞതേയില്ല. ചുറ്റിലും നോക്കി കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അയാൾക്ക് അവിടമൊക്കെ സുപരിചിതമായിരുന്നിരിക്കാം. യാത്ര മുന്നോട്ട് തുടർന്നപ്പോ ഒരിടത്തവർ കാർ നിർത്തി. ആയിടം വല്ലാതെ വ്യത്യാസം തോന്നുന്നു. അപ്പോഴാണ് ഡ്രൈവർ പറയുന്നത് അവിടെ വലിയൊരു മലയിടിച്ചിലുണ്ടായി. എല്ലാം തകർന്നു തരിപ്പണമായി പോയി. പക്ഷെ അപ്പോഴും കേദാർനാഥ് അമ്പലത്തിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇത് അത്ഭുതമല്ലാതെ മറ്റെന്താണ്? വീണ്ടും യാത്ര തുടർന്ന് ഒരിടത്ത് അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് രാഹുൽ ഇറങ്ങി. വീണ്ടും കുറച്ചു ദൂരം മുമ്പോട്ടേക്ക് നടക്കാനുണ്ടായിരുന്നു. അയാൾ മുമ്പോട്ടേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് പെട്ടെന്ന് വലിയൊരു തലവേദന അനുഭവപ്പെട്ടു. ഒരു നിമിഷം അയാൾ ആ നിന്നയിടത്ത് നിന്നുപോയി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തന്റെ യാത്ര മുന്നോട്ട് തുടർന്നു. പോകുന്ന വഴിക്ക് കുറച്ച് സന്യാസിമാരുണ്ടായിരുന്നു. അവർക്ക് അദ്ദേഹം ദക്ഷിണ നൽകി. വീണ്ടും മുമ്പിലേക്ക് പോകുന്തോറും ദൂരെയായി ഹിമാലയ പർവ്വതനിരകൾ കൺമുമ്പിൽ അദ്ദേഹം തെളിഞ്ഞു കണ്ടു. ആ സമയം അതുവഴി ഗ്രാമത്തിലേക്ക് കുറച്ച് സ്ത്രീകൾ പോകുന്നുണ്ടായിരുന്നു. അവരെ കണ്ടതും അദ്ദേഹത്തിന് എന്തോ ഒരു ആശ്വാസം അനുഭവപ്പെട്ടു. വീണ്ടും അദ്ദേഹം മുമ്പിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വെച്ച് രണ്ട് പെൺകുട്ടികൾ വഴിയിലിരുന്ന് അദ്ദേഹത്തെ സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഭാവത്തിൽ നിന്നും ഇയാൾ ആരാണ് എന്നൊരു ചോദ്യം നിഴലിക്കുന്നത് വ്യക്തമായി കാണാം. രാഹുൽ വീണ്ടും മുമ്പിലേക്ക് നടന്നു. മുമ്പിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നു. നിരവധി ശിഷ്യഗണങ്ങളിരുന്ന് ഉച്ചത്തിൽ മന്ത്രമുരുവിട്ട് പഠിക്കുന്നുണ്ട്. ആശ്രമത്തിലെ ഗുരുവിനെ രാഹുൽ ചെന്ന് കണ്ടു. താൻ കേദാർനാഥിലേക്കുള്ള യാത്രയിലാണെന്നും കുറച്ചു ദിവസം ഇവിടെ തങ്ങാൻ സാധിക്കുമോ എന്നും അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു. ഗുരു അതിഥിയായി രാഹുലിനെ സ്വീകരിച്ചു. അന്ന് രാത്രിയിൽ ഗുരുവും രാഹുലും ഒന്നിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചത്. അവർ തമ്മിൽ അപ്പോൾ സംസാരിക്കുന്നുമുണ്ട്. താൻ കഴിഞ്ഞ 40 കൊല്ലത്തോളം UK-യിലായിരുന്നെന്നും അവിടുത്തെ ജീവിതം വളരെയധികം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നുവെന്നും ഗുരുവിനോട് അതൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും അതെന്നൊക്കെ രാഹുൽ വ്യക്തമാക്കി. ഈ സമയം ഗുരു പറഞ്ഞു, നാടും വീടും വിട്ട് യുവജനങ്ങൾ ഇങ്ങനെ പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പട്ടണത്തിലേക്കും പുറം നാടുകളിലേക്കും അഭയം തേടുന്നു. ഇങ്ങനെ പോയാൽ ഗ്രാമങ്ങൾ അനാഥമാകും. അന്ന് രാത്രിയിൽ രാഹുൽ ആലോചിച്ചതും ഗുരുവിന്റെ ആ വാക്കുകളായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ രാഹുൽ പുറത്തേക്കിറങ്ങി ആ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങൾ പുലർച്ചയിലെ തിരക്കുകളിലാണ്. ഓരോരുത്തർ അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുന്നോട്ട് നടന്ന് രാഹുൽ ഒടുവിൽ ഒരു വീട്ടിലെത്തിച്ചേർന്നു. അവിടെ പ്രായമേറിയ ഒരു സ്ത്രീ തന്റെ പോത്തിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാഹുലിനെ കണ്ടതും ശബ്ദമുണ്ടാക്കി അവർ തന്റെ ഭർത്താവിനെ വിളിച്ചു. അവരുടെ ഭർത്താവ് പുറത്തേക്കിറങ്ങി വന്നു. രാഹുലിനെ സൂക്ഷ്മമായി നോക്കി. രാഹുലിനെ കണ്ടതും അയാൾ തിരിച്ചറിഞ്ഞു അത് 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഓടിപ്പോയ തന്റെ സഹോദരൻ രാഹുലാണ്. പക്ഷെ അയാൾക്ക് സംശയം തോന്നി. രാഹുൽ ഇപ്പോൾ വന്നത് സ്വത്തിന്മേലുള്ള അവകാശം സ്ഥാപിക്കാനാണോ? അല്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. അവരുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുമ്പോഴും രാഹുൽ ചെയ്ത തെറ്റിന് അദ്ദേഹം രാഹുലിനോട് ക്ഷമിച്ചിരുന്നു പോലുമില്ല. രാഹുലിനൊരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. പ്രിയ എന്നാണ് അവരുടെ പേര്. പ്രിയ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലാണ്. രാഹുലിന്റെ ചേട്ടന് രാഹുൽ വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. തങ്ങളെ സംബന്ധിച്ച് രാഹുൽ മരിച്ചുപോയ വ്യക്തിയാണ് എന്ന തരത്തിൽ അയാൾ പറഞ്ഞു. പിടിയിട്ടാ പുള്ളി, വീട്ടിലേക്ക് മേലാൽ നീ തിരിച്ചു വന്നു പോവരുത് എന്ന് പറഞ്ഞ അയാൾ രാഹുലിന് മുമ്പിൽ വാതിലടച്ചു. രാഹുലിന് വലിയ ദുഃഖം തോന്നിയിരുന്നു. 40 കൊല്ലത്തിനപ്പുറവും പലതും മാറാതെ നിലകൊള്ളുന്നു. രാഹുൽ മുന്നോട്ട് പോരുമ്പോ അവിടെ ഒരു സ്കൂള് കണ്ടു. കുറച്ചു കുട്ടികൾ പഠിക്കാനായിട്ടുണ്ട്. രാഹുൽ അവിടുത്തെ ടീച്ചർ ശാന്തിയുമായി സംസാരിച്ചു. ശാന്തി ഒറ്റയ്ക്കാണ് അവിടുത്തെ പാഠങ്ങൾ എടുക്കുന്നത്. ശാന്തി കാശ്മീർ നിവാസിയാണ്. അവളുടെ അച്ഛൻ അതേ നാട്ടുകാരനായിരുന്നു. ജോലിയുടെ ആവശ്യത്തിന് ശാന്തി അവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ അവിടെ ജീവിക്കുന്നു. കൂട്ടത്തിൽ മുന്ന എന്നൊരു പയ്യനെയും രാഹുൽ കണ്ടു. ശാന്തിക്കൊപ്പം താമസിച്ച് ആ സ്കൂളിലാണ് മുന്ന പഠിക്കുന്നത്. മുന്നയുടെ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങൾ എല്ലാവരും മുമ്പ് അവിടുണ്ടായ മലയിടിച്ചിലിൽ മരണപ്പെട്ടിരുന്നു. ശാന്തി ഇപ്പോൾ മുന്നയെ സംരക്ഷിക്കുന്നു. ആ സ്കൂളിലായിരുന്നു രാഹുൽ പഠിച്ചത്. അവരുമായുള്ള സംസാരവും സ്കൂളിലെ കുട്ടികളുടെ പഠനവുമെല്ലാം പഴയ ഓർമ്മകൾ രാഹുലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അവരെ കണ്ട സന്തോഷത്തിൽ രാഹുൽ അവിടെ നിന്ന് വീണ്ടും മുമ്പിലേക്ക് നടന്നു. അന്ന് രാത്രി ഗുരു രാഹുലിന്റെ അടുത്ത് വന്നു. രാഹുൽ ആരാണെന്ന കാര്യം ഗുരു അതിനോടകം മനസ്സിലാക്കിയിരുന്നു. എന്തിനാണ് ഈ 40 കൊല്ലത്തിനു ശേഷം നിങ്ങൾ ഇങ്ങോട്ട് തിരികെ വന്നത് എന്ന് ഗുരു രാഹുലിനോട് ചോദിച്ചു. രാഹുൽ സത്യം പറഞ്ഞു. വൈകാതെ എന്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടും. എന്റെ രോഗത്തിന് ചികിത്സയൊന്നുമില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഞാൻ ജനിച്ചു വളർന്ന ഈ ഗ്രാമവും ഹിമാലയവും എല്ലാവരെയും ഒന്ന് വീണ്ടും കാണണമെന്ന് തോന്നി. അതുകൊണ്ട് വന്നതാണ്. ആ സമയമാണ് മറ്റ്
മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തമാകുന്നത്. രാഹുൽ മായ എന്നൊരു പെൺകുട്ടിയെ 40 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രണയിച്ചിരുന്നു. പക്ഷെ ആ വിവാഹത്തിന് അവന്റെ പാരന്റ്സ് സമ്മതിച്ചില്ല. മറ്റൊരു വിവാഹം ഉറപ്പിച്ചു. രാഹുൽ വിവാഹത്തിന് നിൽക്കാതെ നാടുവിട്ടു. അടുത്ത ദിവസം രാഹുൽ തന്റെ പഴയ കൂട്ടുകാരൻ ബൽബീറിനെ കാണാൻ പോയി. ബൽബീറിന് രാഹുലിനെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. 40 കൊല്ലത്തിനു ശേഷം തന്റെ കൂട്ടുകാരൻ ഇങ്ങനെ തിരികെ വരും എന്ന് ബൽബീർ ചിന്തിച്ചിരുന്നേയില്ല. രാഹുലിനെ കണ്ടപ്പോ ബൽബീറിന് സന്തോഷമായി. ബൽബീറിന് 3 മക്കളും ഇപ്പോൾ പേരക്കുട്ടികളുമൊക്കെയുണ്ട്. രാഹുൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നത് ബൽബീറിനെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ബൽബീർ എന്ന് രാഹുലിനോട് ഒരുപാട് സംസാരിച്ചു. നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നീ അറിയുന്നുണ്ടോ? നീ ഓടിപ്പോയല്ലോ. അതിനുശേഷം ഇവിടെ എന്തൊക്കെയാ പറഞ്ഞു നടന്നതെന്ന് ഇപ്പൊ നീ തിരികെ വന്നപ്പോ എന്താ ഈ നാട്ടുകാരൊക്കെ പറയുന്നതെന്ന് നിന്നെ ഇപ്പോഴും ഒരു കൊലപാതകിയായിട്ടാ ഈ നാട്ടുകാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നേ. അത് കേട്ടതും രാഹുൽ ഞെട്ടിയിരുന്നു. കാര്യം രാഹുൽ അന്നേ വരെ ഒരു മനുഷ്യനെ പോലും കൊന്നിട്ടില്ല. ബൽബീർ പിന്നാലെ രാഹുലിനെ ഒരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ കുടിച്ചിട്ടിരുന്ന ഒരു ആയുധമെടുത്ത് രാഹുലിന്റെ നേരെ നീട്ടി. രാഹുൽ അത് നോക്കി. ബൽബീർ പറഞ്ഞു, ഈ ആയുധം നിനക്ക് ഓർമ്മയുണ്ടോ? 40 കൊല്ലം മുമ്പ് നീ നിന്റെ അച്ഛനെ ആക്രമിക്കാൻ ഉപയോഗിച്ചില്ലേ? അതേ ആയുധമായത്. 40 കൊല്ലത്തിന് മുമ്പ് നാട് വിട്ട് പോകുന്നതിനു മുമ്പ് കുടുംബം രാഹുലിനെതിരെ വലിയ പ്രശ്നമുണ്ടാക്കിയപ്പോ രക്ഷപ്പെടാൻ രാഹുൽ അച്ഛനെതിരെ ആക്രമണം നടത്തിയിരുന്നു. അന്ന് രാഹുലിന്റെ അച്ഛന് പരിക്കുമേറ്റു. രാഹുൽ ആയുധം പിടിച്ച് ദുഃഖിച്ചു. ഇന്ന് ചിന്തിക്കുമ്പോ അന്നത്തെ പ്രവൃത്തികളിൽ രാഹുലിന് ദുഃഖം തോന്നുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ രാഹുലിന്റെ അച്ഛൻ ജീവനോടെയില്ല. ക്ഷമ ചോദിക്കാൻ പോലും സാധിക്കുന്നില്ല. തന്റെ ആ പഴയ പ്രവൃത്തികളിൽ പശ്ചാത്തപിച്ച് രാഹുൽ അവിടെ നിന്നു. കുറച്ച് സമയത്തിനു ശേഷം അവിടുത്തെ സ്കൂളിൽ ആശ എന്നൊരു വിദ്യാർത്ഥിനി ശാന്തിക്കടുത്തെത്തി കരയുകയായിരുന്നു. അധ്യാപിക ശാന്തി കാര്യമന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആശയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ ആശയ്ക്ക് തുടർന്ന് പഠിക്കണമെന്നും കോളേജിൽ പോകണമെന്നൊക്കെയുണ്ട്. വീട്ടുകാർ പക്ഷേ അവളുടെ സമ്മതം പോലുമില്ലാതെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ശാന്തി അതൊക്കെ കേട്ടു നിൽക്കെ രാഹുൽ അങ്ങോട്ടേക്ക് വന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് എന്താ പറ്റിയതെന്ന് രാഹുൽ അന്വേഷിച്ചു. ശാന്തി കാര്യങ്ങൾ വിശദീകരിച്ചു. ഉടൻ രാഹുൽ പറഞ്ഞു, പർവ്വതമേഖലയിലെ സ്ത്രീകളുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. ഇവിടെയുള്ള സ്ത്രീകളാരും മര്യാദയ്ക്ക് വിദ്യാഭ്യാസം പോലും അഭ്യസിക്കാറില്ല. എന്റെ അമ്മയും പെങ്ങളുമൊന്നും സ്കൂളിൽ പോലും പോയിട്ടില്ല. ആ കാര്യത്തിൽ നിങ്ങളെയോർത്ത് എനിക്ക് വലിയ അഭിമാനമുണ്ട്. നിങ്ങള് പഠിക്കുകയും ഒരു അധ്യാപികയാവുകയും ഒക്കെ ചെയ്തല്ലോ. ശാന്തിയെ രാഹുൽ അഭിനന്ദിച്ചു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. അധികം വൈകാതെ ശാന്തിയുടെ വിവാഹത്തിന്റെ ദിവസം എത്തി. വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പാട്ടിന്റെയും മറ്റും ശബ്ദം ആശ്രമം വരെ എത്തുന്നുണ്ടായിരുന്നു. രാഹുൽ അത് കേട്ടു. പക്ഷേ ഗ്രാമത്തിലുള്ളവർക്ക് തന്നോട് വെറുപ്പാണ്. ഇനിയും അങ്ങോട്ടേക്ക് ചെല്ലണോ? വിവാഹ ചടങ്ങിൽ പങ്കെടുക്കണോ? രാഹുൽ ആശങ്കയോടെ നിന്നു. പിന്നീട് മുന്നേയും കൂട്ടി രാഹുൽ തന്നെ ആ വിവാഹത്തിന് പോയി. അവിടെ എത്തുമ്പോൾ ശാന്തി അവിടെ ഉണ്ടായിരുന്നു. രാഹുൽ ശാന്തിക്കടുത്ത് ചെന്നു. ശാന്തി രാഹുലിനോട് സംസാരിച്ചു. ദയവ് ചെയ്ത് നിങ്ങൾ ഇനി സ്കൂളിലേക്ക് വരരുത്. ഗ്രാമത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. നിങ്ങൾ സ്കൂളിൽ വരുന്ന വിവരമറിഞ്ഞ് ചില പാരന്റ്സ് കുട്ടികളെ സ്കൂളിലേക്ക് വിടില്ലെന്ന് പോലും പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. എന്റെ മുമ്പിൽ ഇത് പറയാതെ മറ്റു വഴികളില്ല. ശാന്തിയുടെ അവസ്ഥ രാഹുലിന് മനസ്സിലാകുമായിരുന്നു. രാഹുല് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാകുമെന്ന് ശാന്തിയോട് പറഞ്ഞു. താനിനി സ്കൂളിലേക്ക് വരില്ലെന്നും അറിയിച്ചു. രാഹുൽ പിന്നീട് അവിടെ നിന്ന് വിവാഹത്തിന്റെ ഭാഗമായി നടക്കുന്ന ഡാൻസും മറ്റും നോക്കിക്കണ്ടു. ഡാൻസ് കണ്ടപ്പോ തന്റെ പഴയ പ്രണയിനിയായ മായയെ രാഹുൽ ഒരു നിമിഷം ഓർത്തു. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ വല്ലാത്തൊരു വെറുപ്പോടെ ദേഷ്യത്തോടെ രാഹുലിനെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് രാഹുലിന് വലിയ തോതിൽ തലവേദന അനുഭവപ്പെട്ടു. കണ്ണിൽ ഇരുട്ട് കയറുന്നു. രാഹുൽ കുറച്ചുനേരം അവിടെ തന്നെ നിന്നുപോയി. അടുത്ത ദിവസം പുലർച്ചെ രാഹുൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു വിവാഹഘോഷയാത്ര പോകുന്നുണ്ട്. അത് ആശയുടേതായിരുന്നു. രാഹുലിനെ കണ്ടതും ആശ കരയാൻ തുടങ്ങി. തന്റെ അവസ്ഥ രാഹുലിനെങ്കിലും മനസ്സിലാകും എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ കരച്ചിൽ. രാഹുൽ എന്ന് പോയത് ഗ്രാമത്തിന്റെ മറുവശത്തേക്കാണ്. അവിടെ ഒരു കൃഷിയിടത്തിലേക്ക് രാഹുൽ കടന്നു ചെന്നു. അല്പം പ്രായമേറിയ ഒരു സ്ത്രീ അവിടെ വിളവെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, രാഹുലിന്റെ സഹോദരി പ്രിയയാണ്. രാഹുൽ പ്രിയയെ വിളിച്ച് സംസാരിച്ചു. രാഹുലിനെ കണ്ടതും പ്രിയ രാഹുലിനെ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ രാഹുലിനെ കെട്ടിപ്പിടിച്ചു. ശേഷം പറഞ്ഞു, ഒരിക്കൽ നീ തിരികെ വരും എന്നെനിക്കറിയാമായിരുന്നു. ഗ്രാമം മുഴുവൻ രാഹുലിനെ വെറുക്കുകയാണ്. അപ്പോഴും രാഹുലിന്റെ സഹോദരി രാഹുൽ വന്നതിൽ സന്തോഷിക്കുന്നു. സാഹോദര്യ ബന്ധം എത്ര വലുതു തന്നെയാണ്. പ്രിയ രാഹുലിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി രാഹുലിന് ഭക്ഷണം കൊടുത്തു. പിന്നീട് കുടുംബത്തെപ്പറ്റി സംസാരിച്ചു. പ്രിയക്ക് 2 മക്കളാണ്. 2 പേരും നഗരത്തിൽ പുറത്തു ജോലി ചെയ്യുന്നു. അവരുടെ ഭാര്യമാരും
ഭാര്യയും കുട്ടികളുമൊക്കെ ഇവിടെ തന്നെയുണ്ട്. 40 കൊല്ലങ്ങൾ കൊണ്ട് എന്തൊക്കെ മാറിയിരിക്കുന്നു. രാഹുൽ ആലോചിച്ചു. പ്രിയയുടെ ഭർത്താവ് മുമ്പ് പട്ടാളത്തിലായിരുന്നു. അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ പെൻഷൻ കിട്ടും. അതുകൊണ്ടാണ് പ്രിയയുടെ പല കാര്യങ്ങളും നടന്നു പോകുന്നത്. സർക്കാർ ഭൂമി കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ ഇടത്താണ് അവർ കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്ത് കിട്ടുന്നതിന്റെ പാതി അവർക്ക് കൊടുക്കേണ്ടി വരും. കിട്ടുന്നതിൽ പാതിയെ സ്വന്തമായി എടുക്കാൻ പറ്റുകയുള്ളൂ. സർക്കാർ സ്ഥലം തന്നിരുന്നെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് പൂർണ്ണമായ കൂലി ലഭിക്കുമായിരുന്നു എന്നവർ രാഹുലിനടുക്കൽ പറഞ്ഞു. ഉടൻ രാഹുൽ പറഞ്ഞു, എന്റെ പക്കൽ ആവശ്യമില്ലാത്ത കുറച്ച് പണമുണ്ട്. വേണമെങ്കിൽ ഞാൻ അത് തരാം. നീ ഭൂമി വാങ്ങിക്കോ. പക്ഷെ അത് സ്വീകരിക്കാൻ പ്രിയ കൂട്ടാക്കിയില്ല. വൈകാതെ രാഹുൽ പ്രിയയുടെ കുടുംബത്തെ കണ്ടു. പേരക്കുട്ടികളെ കണ്ടു. അവർക്കൊപ്പം സന്തോഷത്തോടെ കുറച്ചു സമയം ചിലവഴിച്ചു. 40 കൊല്ലം എന്ത് വലിയ കാലയളവാണ്. ഒരുപക്ഷെ അന്ന് താൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ തനിക്കും ഇതുപോലൊരു കുടുംബമുണ്ടായേനെ എന്ന് രാഹുൽ ചിന്തിച്ചു. പെട്ടെന്ന് രാഹുലിന് വീണ്ടും ശക്തമായ തലവേദനയുണ്ടായി. രാത്രി രാഹുൽ അവിടായിരുന്നു തങ്ങിയത്. പ്രിയ രാഹുലിന് ഒരു ആയുർവേദ മരുന്നുണ്ടാക്കി കൊടുത്തു. മരുന്ന് കഴിക്കുമ്പോ പ്രിയ പറഞ്ഞു, 40 കൊല്ലമായില്ലേ, ഇവിടത്തെ കാറ്റ് പോലും നിന്നെ മറന്നിട്ടുണ്ടാകും. ഇവിടത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത് നീ പണ്ടേ ചത്തുപോയിട്ടുണ്ടാവുമെന്ന രീതിയിലാ. രാഹുൽ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് രാഹുൽ മായയെപ്പറ്റി ചോദിച്ചു, അവന്റെ പ്രണയിനിയെപ്പറ്റി. പ്രിയ പറഞ്ഞു, നീ നാട് വിട്ടുപോയില്ലേ. അതിനുശേഷം അവള് വേറെ കല്യാണമൊന്നും കഴിച്ചില്ല. അവളിപ്പോ ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു കുടില്ല താമസിക്കുന്നേ. നീ പോയതിൽ പിന്നെ അവളുടെ മാനസിക നില തെറ്റി. അവളുടെ കുടുംബം പോലും അവളെ ഉപേക്ഷിച്ചു. അതുകൂടി കേട്ടതും രാഹുലിന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. തന്റെ ആ പുറപ്പെട്ടു പോക്ക് എത്ര വലിയ വേദനകളാണ് പലർക്കും സമ്മാനിച്ചിരിക്കുന്നത്. എത്ര പേരുടെ പ്രതീക്ഷകളാണ് തകർത്തിരിക്കുന്നത്. പാപഭാരം വല്ലാതെ അനുഭവപ്പെടുന്ന പോലെ അയാൾക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞ് രാഹുലിന് ഉറങ്ങാൻ വേണ്ടി പ്രിയ വിളക്കെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. പക്ഷെ രാഹുൽ വിളക്ക് കൊണ്ടുപോകണ്ടെന്ന് അവളോടായി പറഞ്ഞു. അന്ധകാരത്തെ, ഇരുട്ടിനെ രാഹുൽ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. അടുത്ത ദിവസം പുലർച്ചെ മായ താമസിക്കുന്ന കുടിലിന്റെ സമീപത്തേക്ക് രാഹുൽ കടന്നു ചെന്നു. അകത്തേക്ക് നേരിട്ട് കയറാൻ മായയെ കാണാൻ രാഹുലിന് ധൈര്യം തോന്നുന്നുണ്ടായിരുന്നില്ല. ആ വീടിന് വെളിയിൽ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. മായയെ നോക്കുന്നതും മറ്റും ആ പെൺകുട്ടിയാണ്. മായ അകത്തുണ്ടോ? രാഹുൽ ചോദിച്ചു. ഉണ്ടെന്നവൾ മറുപടി പറഞ്ഞു. പിന്നീട് ധൈര്യം സംഭരിച്ച് മായയെ കാണാൻ അയാൾ അകത്ത് കയറി. മായയെ കണ്ടതും അവളുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതും രാഹുലിന് വല്ലാതെ ദുഃഖമനുഭവപ്പെട്ടു. രാഹുൽ പുറത്തിറങ്ങി. വല്ലാത്തൊരു തിരിച്ചറിവ് അയാളുടെ ഉള്ളിൽ തോന്നി. 40 കൊല്ലം താൻ ഒരുപാട് സമ്പാദിച്ചു. പക്ഷേ അതിൽ കൂടുതൽ മറുവശത്ത് പാപങ്ങൾ താൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അത് അയാളുടെ കണ്ണുകളെ നിറച്ചൊടുക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ ബൽബീറിനൊപ്പം അയാൾ ചിലവഴിച്ചു. കുറച്ചു മദ്യപിച്ചു. മായയുടെ അവസ്ഥ അയാളെ വലിയൊരു ദുഃഖത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. അടുത്ത ദിവസം അയാൾ വീണ്ടും മായയുടെ കുടിൽ ലക്ഷ്യമാക്കി നടന്നു. കുടിലിന് പുറത്തെത്തിയെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലാൻ മനസ്സ് വന്നില്ല. അയാൾ തിരികെ പോന്നു. അന്ന് രാത്രിയിൽ ഗ്രാമത്തിൽ പഞ്ചായത്ത് വിളിച്ചു ചേർക്കപ്പെട്ടിരുന്നു. രാഹുലും അങ്ങോട്ടേക്ക് എത്തിക്കപ്പെട്ടിട്ടുണ്ട്. രാഹുലിനെ പറ്റിയുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഗ്രാമത്തിൽ നിന്നും രാഹുലിനെ പുറത്താക്കണോ വേണ്ടയോ എന്നതാണ് സംസാര വിഷയം. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഭാഗ്യം കൊണ്ട് അച്ഛനെന്ന് രക്ഷപ്പെട്ടത്. അവിടുണ്ടായിരുന്ന രാഹുലിന്റെ സഹോദരൻ പറഞ്ഞു, ഞാൻ പ്രണയിക്കുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ നർത്തകിയാണ് എന്ന ഒറ്റ കാരണത്താൽ എന്റെ അച്ഛൻ ആ വിവാഹത്തിന് സമ്മതിച്ചില്ല. അച്ഛൻ വലിയ ദേഷ്യത്തിലായിരുന്നു. ഞാനും ആ ദേഷ്യത്തിൽ ആ ചെറുപ്രായത്തിലെ മാനസികാവസ്ഥ കൊണ്ട് തെറ്റുപറ്റി പോയതാണ്. ഇല്ലേലൊരിക്കലും താൻ അച്ഛനെ ആക്രമിക്കുമായിരുന്നില്ല. രാഹുൽ വ്യക്തമാക്കി. പഞ്ചായത്ത് പറഞ്ഞു, നിന്റെ ഭാഗത്ത് തന്നെയല്ലേ തെറ്റുള്ളത്. മായ ഒരു കീഴ്ജാതിക്കാരി പെൺകുട്ടിയാണ്. ഉന്നതകുല ജാതനായ നിന്നെ എങ്ങനെ അവളുമായി വിവാഹം കഴിക്കാൻ സമ്മതിക്കും? നിന്റെ അച്ഛന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നീ പ്രവർത്തിച്ചതാണ് തെറ്റ്. നിങ്ങളുടെ വിവാഹം നടന്ന അത് കുടുംബത്തിന്റെ പേരിനെയല്ലേ ബാധിക്കുക. ആ സമയം അവിടുണ്ടായിരുന്ന പ്രായമേറിയ മറ്റൊരു വ്യക്തി പറഞ്ഞു, രാഹുലിന് അവന്റെ പഴയ പ്രവൃത്തികളിൽ കുറ്റബോധമുണ്ട്. അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയും പഴയ കുഴികൾ ഇപ്പോൾ തോണ്ടിയിട്ടെന്തിനാ? അവനെല്ലാവരും ഒന്നടങ്കം മാപ്പ് കൊടുക്കുകയാണ് വേണ്ടത്. രാഹുലിന്റെ കൂട്ടുകാരൻ ബൽബീറുടൻ പറഞ്ഞു, ഗ്രാമത്തിൽ എത്രയോ പയ്യന്മാരുണ്ട്. അവരൊക്കെ വിദേശത്ത് പോയി വിവാഹം കഴിച്ച് അവിടെ ജീവിക്കുന്നു. പലരും ഇങ്ങോട്ട് വന്നിട്ടുമുണ്ട്. പല മരുമക്കളും വിദേശികൾ പോലുമാണ്. അവരൊക്കെ ഉന്നതകുല ജാതരാണോ അല്ലേ എന്നൊക്കെ ആർക്കറിയാം? ആരും ഇതുവരെ അത് ചോദ്യം ചെയ്തില്ലല്ലോ. പിന്നെ രാഹുലിന്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ? ബൽബീറിന്റെ വാക്കുകൾ ഗ്രാമത്തിൽ പ്രശ്നമാകും എന്ന് മനസ്സിലാക്കിയതും രാഹുൽ പറഞ്ഞു, എന്റെ പേരിൽ ഗ്രാമത്തിൽ ഒരു പ്രശ്നമുണ്ടാവണ്ട. അടുത്ത ദിവസം പുലർച്ചെ ഞാൻ തിരികെ പൊക്കോളാം. പക്ഷെ അടുത്ത ദിവസം പുലർച്ചെ ഗ്രാമത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. ഗ്രാമത്തിലേക്ക് കടക്കുന്ന ആ വഴിയിലെ മരത്തിൽ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു. അത് ആശയായിരുന്നു. പഠിക്കാൻ കൊതിച്ച് അതിനെ സമ്മതിക്കാതെ വീട്ടുകാർ നിർബന്ധപൂർവം വിവാഹം നടത്തിയ അതേ ആശ തന്നെ.
തന്നെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും ദുരിതവും കാരണം ആശ ആത്മഹത്യ ചെയ്തു. വിവരം രാഹുലിന്റെ ചെവിയിലും എത്തി. ആശയുടെ മരണവിവരമറിഞ്ഞ് ശാന്തിയോടി ആശയുടെ വീട്ടിൽ ചെന്നു. ആ മൃതദേഹം കണ്ട് അവൾ വിങ്ങിപ്പൊട്ടിപ്പോയിരുന്നു. പക്ഷേ ശാന്തിക്ക് മുമ്പിൽ ആശയുടെ സഹോദരൻ ആ വാതിൽ കൊട്ടിയടച്ചു. ആശ ആത്മഹത്യ ചെയ്യാൻ കാരണം ശാന്തിയാണ് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ശാന്തി ചെയ്തത് വലിയ തെറ്റാണ്. ആശയുടെ ഉള്ളിൽ പഠനത്തെ പറ്റിയുള്ള ആശകൾ നിറച്ചു. പഠനത്തിന്റെ ബോധത്തെ കുടിയിരുത്തി. ആശയുടെ സഹോദരനും കുടുംബവും ആരോപിച്ചു. ആശയുടെ സംസ്കാര ചടങ്ങുകളിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. ആശയുടെ മൃതദേഹം കത്തിത്തീരുന്നതുവരെ അയാൾ ആ ചിതയ്ക്ക് സമീപം തന്നെ നിന്നു. അയാൾക്ക് വലിയ തോതിൽ തലവേദന എടുക്കുന്ന പോലെ തോന്നി. വേദന കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം രാത്രി ഒന്ന് സംഭവിച്ചു. ശാന്തി മുന്നയുമായി സ്കൂളിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. ആശയുടെ സഹോദരനും ഒരു സംഘവും ആ സ്കൂളിലേക്ക് എത്തി. സ്കൂളിന് അവർ തീയിട്ടു. ശാന്തി ഒരു തരത്തിൽ മുന്നയെ കൂട്ടി വെളിയിലെത്തി. പക്ഷേ സ്കൂൾ മുഴുവൻ കത്തി നശിച്ചിരുന്നു. പോവാനായി രാഹുൽ തയ്യാറെടുത്തിരുന്നു. പോകുന്നതിനു മുമ്പ് ശാന്തിയൊന്ന് കാണുവാൻ രാഹുൽ സ്കൂളിലേക്കെത്തി. പക്ഷേ കണ്ട കാഴ്ച കത്തിക്കരിഞ്ഞ സ്കൂളിൽ ആ കെട്ടിടത്തിൽ ഓരോന്ന് ചെയ്യുന്ന ശാന്തിയെയായിരുന്നു. രാഹുൽ ശാന്തിക്കടുത്തെത്തി സംസാരിച്ചു. ശാന്തി പറഞ്ഞു, അവർക്ക് സ്കൂൾ കത്തിക്കാനല്ലേ പറ്റൂ. ഇവിടത്തെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള എന്റെ ഉറച്ച തീരുമാനത്തെയോ ധൈര്യത്തെയോ ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ. ഈ പർവ്വത മേഖലയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആദ്യത്തെ കുട്ടിയൊന്നുമല്ല ആശ. ശാന്തിയുടെ വാക്കുകൾ കേട്ട് രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു. പിന്നീട് രാഹുൽ മുന്നയുടെ അടുത്തെത്തി. രാഹുൽ എവിടെ പോകുക എന്ന മുന്നയുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ദൂരേക്ക്, വളരെ വളരെ ദൂരേക്ക് പോകുക. ഭൂമിയും സ്വർഗവും ഒന്നിക്കുന്ന ആ ഒരിടത്തേക്ക്. പോകുന്നതിനു മുമ്പ് രാഹുൽ മുന്നയ്ക്കടുത്ത് സൂചിപ്പിച്ചു, നിന്റെ ടീച്ചറെ ഭദ്രമായി നോക്കിക്കോളണം. തന്റെ സമ്പാദ്യം മുഴുവൻ രാഹുൽ സ്കൂൾ പുനർനിർമ്മിക്കാൻ വേണ്ടി നൽകി. അവിടെ നിന്ന് മടങ്ങുമ്പോൾ അയാളുടെ കൈകൾ ശൂന്യമായിരുന്നു. പറയപ്പെടാറുണ്ട്, ദൈവത്തെ കാണാൻ പോകുമ്പോൾ ശൂന്യമായ കൈകളുമായി പോകുക. കാരണം അതാണ് അവസാന യാത്ര. ഒടുക്കവും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ശാന്തിയും മുന്നയും കേദർനാഥിൽ വന്നിരിക്കുകയാണ്. രാഹുൽ കേദർനാഥിലേക്കാണ് പോയത് എന്ന വിവരം അവർക്ക് കിട്ടിയിരുന്നു. അവർ അവിടെത്തി രാഹുലിനെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിലൊരു മലഞ്ചെരുവിൽ ഒറ്റയ്ക്കിരിക്കുന്ന രാഹുലിനെ അവർ നോക്കിക്കണ്ടു. മുന്ന രാഹുലിനടുത്തെത്തി. രാഹുലിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. മുന്നയുടെ മുഖം തലോടി അത് മുന്നയാണെന്ന് രാഹുൽ മനസ്സിലാക്കി. രാഹുൽ മുന്നയോട് പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ, ഭൂമിയും സ്വർഗവും ഒന്നിക്കുന്ന ഒരിടം അതിവിടമാണ്. മുന്നയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. ശാന്തി അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുലിന്റെ വാക്കുകൾ കേട്ട് അവിടുത്തെ കൈലാസ പർവ്വത നിരകളിലേക്ക് മുന്ന നോക്കിക്കൊണ്ട് നിന്നു. മുന്നയുടെ കണ്ണുകളിൽ ആ ഗ്രാമത്തിന്റെ പുതിയ പ്രതീക്ഷകൾ തിളങ്ങുന്നുണ്ടായിരിക്കണം. ആ ദൃശ്യത്തോടെ ഏറെ രസകരമായ ചലച്ചിത്രം പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.